കൂട്ടം കൂടി കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ വേടന് എന്നറിയപ്പെടുന്ന റാപ്പർ ഹിരൺദാസും മ്യൂസിക് ബാൻഡിലെ 8 പേരും പിടിയിലായി. 6 ഗ്രാം കഞ്ചാവും 9.5 ലക്ഷം രൂപയും ആയുധവും ത്രാസും തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തി. ലഹരി ഉപയോഗിച്ചുവെന്ന് പോലീസിനോടും പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലും വേടൻ തുറന്നു സമ്മതിച്ചു. രാവിലെ 11 മണിയോടെയാണ് വേടനും സംഘവും താമസിക്കുന്ന തൃപ്പൂണിത്തുറ കണിയാപുരത്തെ ഫ്ളാറ്റിൽ ഹിൽ പാലസ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. മുറിയിൽ വേടനടക്കം 9 പേർ. പുലർച്ചെ 1:20 വേടന്റെ ബാൻഡിലെ അംഗങ്ങളായ 8 പേർ ഫ്ളാറ്റിലെത്തുന്നത്. നാളെ ഇടുക്കിയിൽ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഗീത നശയുടെ ആസൂത്രണത്തിന് വേണ്ടിയായിരുന്നു ഒത്തുകൂടൽ. പോലീസ് പരിശോധനയ്ക്കെത്തുമ്പോൾ വേടനടക്കം 9 പേരും ലഹരിയിലായിരുന്നു. പരിശോധനയിൽ മിച്ചമുള്ള 2 പാക്കറ്റ് കഞ്ചാവ് കണ്ടെത്തി. മേശപ്പുറത്ത് നിറയെ ലഹരിയുടെ ബാക്കിപത്രമായ സിഗരറ്റ് കുറ്റികൾ, ഒപ്പം ഒരു സഞ്ചി നിറയെ പണവും. കഞ്ചാവ് പൊതിഞ്ഞു വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളും കൂട്ടത്തിൽ. കഞ്ചാവ് ഉപയോഗിച്ചുവെന്ന് വേടൻ ആദ്യം തന്നെ സമ്മതിച്ചു. ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ പണം കഴിഞ്ഞ ദിവസത്തെ ഷോയുടെ കളക്ഷനാണെന്നും മൊഴി. ഇന്നലെയാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത്. 2 സംവിധായകരുണ്ട് ഇതേണക്കുണ്ടെങ്കിൽ മയക്കുമരുന്ന് കേസിൽ വന്ന് അകപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ വേടൻ ഇതിൽ വന്ന് പെട്ടിരിക്കുന്നത്. വേടൻ്റെ ബാൻഡിലുള്ളവരും എല്ലാവരും ചേർന്നുണ്ടെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്തുണ്ടെങ്കിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇതേണക്കത്തുള്ള സെലിബ്രിറ്റീസായി ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല, അതോടെ തന്നെ എൻ്റെ ഫ്രണ്ട്സോ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ലെന്നും പറയുന്നുണ്ട്. അതേ സമയത്തുണ്ട് ഇതേ കണക്കത്തുള്ള റെയ്ഡോ അങ്ങനത്തെ ഉള്ള നടത്തുമ്പോഴത്തേക്കൊണ്ട് അവരെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഒരു അത്ഭുതമായിട്ടുള്ള കാര്യം. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രി നടക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറയത്തൊന്നുമില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കരിയറിന് എന്തെങ്കിലും ബാധിച്ചാലോ എന്നൊരു പേടിയാണ്. അതല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിട്ടുകൊടുക്കുക ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ളൊരു വിശ്വാസം കൊണ്ടോ അങ്ങനത്തെ ഉള്ളൊരു കാര്യം കൊണ്ടുമാണ്. എങ്ങനെ ഇരുന്നാൽ പോലും ഉണ്ട് ഇതിനെ പറ്റിയുള്ള ഇപ്പോൾ കൂടി വരികയാണ്. പോലീസ് ഉണ്ട് എല്ലാ ദിവസവും ഇത് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുന്നത് ഭയങ്കര കർശനമാക്കിക്കൊണ്ട് വരുന്നു. ഒരു ദിവസം ചെല്ലുന്നവരുണ്ടെങ്കിൽ ഓരോരുത്തരും ഇതേ കണക്ക് പിടിയിലാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം. തീർച്ചയായിട്ടും ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതൊന്നും നല്ല കാര്യമൊന്നുമില്ല. അത് സമൂഹത്തിന് ഭയങ്കര കേടായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇതേപോലത്തുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്.